ചെന്ന് ചോദിക്കൂ ശാരദേ, ഞങ്ങളൊക്കെ ഇല്ല കൂടെ. ആരാ നിങ്ങളൊക്കെ? എന്താ പ്രശ്നം? ഇവനെ അറിയില്ലേ? എന്റെ മോനാ. എന്താ പ്രശ്നം എന്ന് പറയും. പ്രശ്നം താണ്ടി ഇത് തന്നെ. അങ്ങോട്ട് പറഞ്ഞു കൊടുക്കടാ, സാറന്മാരെ കേക്കട്ടെ. ടീച്ചർമാരുടെ കയ്യിരിപ്പ്. നിങ്ങളെ പേടിച്ചാവാൻ സത്യം പറയാത്ത കാര്യം ഞാൻ പറയാം. ഇവിടുത്തെ ഒരു ടീച്ചർ അടിച്ചു പൊട്ടിച്ചതാ ഈ കുട്ടിയുടെ തല. ഇവിടുത്തെ ടീച്ചറോ? അങ്ങനെ വരൂല. അല്ലീന്ന് പേരിൽ ഒരുത്തി ഇല്ല ഇവിടെ. അവള് ചെയ്തതാ, അവൾ അടിച്ചു പൊട്ടിച്ചതാ തല. വിളിക്കവളെ. നിങ്ങൾ ബഹളം കൂട്ടാതെ മാന്യമായിട്ട് സംസാരിക്കണം. കുട്ടികൾ പഠിക്കുന്ന സ്കൂളല്ലേ ഇത്. നീ ഇങ്ങനെ വിഷമിക്കാതെ. അവര് സത്യം അറിയാൻ വേണ്ടി വന്നല്ലേ ഉള്ളൂ. അതിന് നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നേ? എന്നാലും ഞാനെന്തോ വലിയ തെറ്റ് പോലെയല്ലേ എല്ലാരും സംസാരിക്കുന്നത്. ടീച്ചർ പറ, ഞാൻ എന്ത് തെറ്റാ ചെയ്തത്? നീ തെറ്റ് ചെയ്തു എന്ന് ആരാ പറഞ്ഞേ? നീ സമാധാനായിട്ടിരിക്കും. ടീച്ചർ ഒന്ന് പതുക്കെ. ശബ്ദം കേട്ട് അവന്മാർ ഇങ്ങോട്ടോ മറ്റു കയറി വന്നാ ഞങ്ങളും വെട്ടുപോകും. ഓരോരോ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ട് ഇപ്പിനി വിഷമിച്ചിട്ട് എന്താ കാര്യം? അശ്വതി ടീച്ചർ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? കുറ്റപ്പെടുത്താൻ കണ്ടൊരു സമയം. ആപത്തിൽ പെടുമ്പോഴേ മിത്രങ്ങളെയും ശത്രുക്കളെയും മനസ്സിലാവൂന്നൊരു ചൊല്ലുണ്ട്. ഇപ്പൊ എല്ലാരെയും മനസ്സിലായി. ന്യായവാദങ്ങളൊന്നും നിങ്ങൾ നിരത്തണ്ട. ആ ടീച്ചറെ വെച്ചോണ്ട് ഈ സ്കൂൾ നടത്താമെന്ന് വിചാരിക്കുകയും വേണ്ട. സ്കൂള് നടത്തണോ വേണ്ടയോ എന്നൊക്കെ നേതാവ് ഒറ്റയ്ക്കങ്ങ് തീരുമാനിച്ചാൽ പോരല്ലോ. നിങ്ങൾക്ക് പരാതി ഉണ്ടെങ്കിൽ പോലീസിൽ പരാതി കൊടുക്കാം. അവര് വന്ന് നിയമ നടപടികൾ സ്വീകരിച്ചോളൂ. അതല്ല ഇവിടെ നിന്ന് ഇനി നിങ്ങൾ ബഹളം കൂട്ടാനാണ് ഭാവമെങ്കിൽ ഞങ്ങൾക്ക് പോലീസിനെ വിളിക്കേണ്ടി വരും. നിങ്ങൾ വിളിച്ച് ബുദ്ധിമുട്ടണമെന്നില്ല. അവരിപ്പോഴും ഇങ്ങോട്ട് എത്തും. മുൻകൂട്ടി പോലീസിനെ അറിയിച്ചിട്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, അറിയാമോ? പോലീസ് വന്നു. ഇത് വലിയ ഇഷ്യൂ ആകുന്ന ലക്ഷണം ഉണ്ടല്ലോ. അവര് പഴയ വൈരാഗ്യം മനസ്സിൽ വെച്ചുള്ള കളിയാ. അതാ ഇത്ര പെട്ടെന്ന്. പഴയ വൈരാഗ്യോ? അതെന്താ? അബിയുടെ അച്ഛനെ അറിയില്ലേ? ആ വാവച്ചൻ മുതലാളിയുടെ ലോറിയിലെ ഡ്രൈവറാ. വാവച്ചൻ മുതലാളിയുമായി അല്ലി ടീച്ചർ പണ്ടെന്ന് ഉടക്കിയതാണല്ലോ. അതിന്റെ ചൊരുക്കുണ്ടാവും. പോയി തുറക്ക്. ആരാ അല്ലി? ഞാനാ. ഇയാളാണോ? സ്ഥലത്തെ പ്രധാന കേടിയാണെന്ന് തോന്നുന്നു. ഇറങ്ങി വാ, നമുക്ക് സ്റ്റേഷൻ വരെ ഒന്ന് പോവാം. സർ, ടീച്ചർ തെറ്റൊന്നും ചെയ്തിട്ടില്ല. ആ കുട്ടിയുടെ കയ്യിൽ സിഗരറ്റ് കണ്ട് അത് മേടിക്കാനുള്ള ശ്രമത്തിനിടയിലാ വീണത്. വിശദീകരണം വക്കാലത്തൊക്കെ കോടതിയില്. വാ, വന്ന് വണ്ടി കയറി. ബഹളമൊന്നും ഉണ്ടാക്കാതെ വന്നാ സ്കൂൾ കുട്ടികളൊന്നും അറിയില്ല. വാ.